എത്ര അഴിമതിക്കാരനായാലും ബി ജെ പിക്കൊപ്പം ചേർന്നാൽ അവർ വിശുദ്ധർ. പ്രതിപക്ഷം ബി ജെ പിക്കെതിരെ നിരന്തരമായി ഉയർത്തിയ വിമർശനമാണ്. എതിർചേരിയിൽ നിൽക്കുമ്പോൾ ബി ജെ പി നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചാൽ സ്വന്തം ചേരിയിലെത്തിയാൽ ആ കേസുകൾ മാഞ്ഞുപോകും. നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അശോക് ചവാന്റെ രൂപത്തിലായാലും അജിത് പവാറിന്റെ രൂപത്തിലായാലും ഒക്കെ നിരവധി നേതാക്കളാണ് ബി ജെ പിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തി ഒടുവിൽ അമിത്ഷായുടെ ഭീഷണിക്ക് മുന്നിൽ സർവവും അടിയറവ് പറഞ്ഞ് ബി ജെ പിക്കൊപ്പം ചേർന്നിരിക്കുന്നു. ബി ജെ പിക്കൊപ്പം വന്നാൽ അവർക്കെതിരെ ഇ ഡി ഇല്ല, പി ബി ഐ ഇല്ല, ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണമില്ല, എല്ലാവർക്കും ക്ലീൻ ഷീറ്റ്. എന്നാൽ ഇനി അങ്ങോട്ട് ഇത്തരത്തിൽ മോദിയുടെയും അമിത്ഷായുടെയും കളികൾ നടക്കില്ല എന്നുള്ള കാര്യം കൃത്യമായി തന്നെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം സൂചനകൾ നൽകിയിട്ടുണ്ട്. ഇനി പ്രതിപക്ഷത്തുള്ള നേതാക്കൾ ഇ ഡി ഐയോ സി ബി ഐയോ പേടിച്ച് ബി ജെ പിക്കൊപ്പം പോയാലും രക്ഷയില്ല. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി സമീപനം ആ രീതിയിലേക്കാണ് പോകുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ബി ജെ പിയുടെ കർണാടകയിലെ സഖ്യകക്ഷിയായ ജെ ഡി എസിന്റെ നേതാവായ എച്ച് ഡി കുമാരസ്വാമി ഈ അഴിമതികളിൽ നിന്നും രക്ഷ നേടാൻ ബി ജെ പിക്കൊപ്പം ചേർന്നിരുന്നു. എന്നാൽ ആർക്കൊപ്പം പോയാലും കേസിന്റെ വഴിക്ക് തന്നെ എന്നതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രിയും കർണാടക മുൻ മുഖ്യമന്ത്രിയും ജെ ഡി എസ് നേതാവുമായ എച്ച് ഡി കുമാരസ്വാമിക്കെതിരായ ക്രിമിനൽ കേസ് നടപടികൾ റദ്ദാക്കാൻ വിസമ്മതിക്കുകയാണ് സുപ്രീം കോടതി. 2019 കർണാടക ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാൻ ജസ്റ്റിസുമാരായ ദിവാകർ ദത്ത, രാജേഷ് ബിൻഡൽ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിസമ്മതിച്ചത്. 2018 ഭേദഗതി ചെയ്ത അഴിമതി നിരോധന നിയമപ്രകാരം തനിക്കെതിരെയുള്ള ആരോപണത്തിൽ അന്വേഷണം നടത്താൻ സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുമാരസ്വാമി സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുമാരസ്വാമിക്കെതിരായ ആരോപണങ്ങളുടെ ഗൗരവവും വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുവെന്നും ചൂണ്ടിക്കാട്ടിയ കോടതി ഹർജിയിൽ ഇടപെടാൻ തയ്യാറായില്ല. കുമാരസ്വാമി മുഖ്യമന്ത്രിയായിരുന്ന 2006 ജൂൺ മുതൽ 2007 ഒക്ടോബർ വരെ സാമ്പത്തിക നേട്ടത്തിനായി ബാംഗ്ലൂരുവിൽ 2 ഏക്കറിലധികം വരുന്ന ഭൂമിയുടെ വിജ്ഞാപനം റദ്ദാക്കാൻ കുമാരസ്വാമി നിയമവിരുദ്ധമായി ഉത്തരവിട്ടുവെന്നതാണ് ആരോപണം. ഈ കേസിൽ നിന്നും തടിയൂരാനാണ് കുമാരസ്വാമി ശ്രമിച്ചത്. എന്നാൽ അമിത്ഷായോ സാക്ഷാൽ നരേന്ദ്രമോദിയോ വിചാരിച്ചാൽ പോലും കുമാരസ്വാമിക്ക് ഇതിൽ നിന്നും ഊരിപ്പോരാൻ സാധിക്കില്ലെന്ന് ഉറപ്പായിരിക്കും.